നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ഫ്രിയൂലി വെനീസിയ ഹൂലിയ കപ്പിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ടീമിൽ നിന്ന് പുറത്തു പോയ അല്ലെങ്കിൽ ടീമിൽ നിന്ന് ലോണിൽ പോകണമെന്ന് സ്വയം ആവശ്യപ്പെട്ട് പുറത്തേക്ക് പോയ റൊണാൾഡോ അറൗഹോയെക്കുറിച്ച്, പോകാൻ വേണ്ടി സജ്ജനായി നിൽക്കുകയാണ്, എനിക്ക് പോകണം എന്ന് പറഞ്ഞ ഫെറാൻ ടോറസിനെ കുറിച്ച്, അതുപോലെ റാഫീഞ്ഞയെക്കുറിച്ചൊക്കെ അദ്ദേഹം മറുപടി പറയുന്നു. റാഫീഞ്ഞയെക്കുറിച്ച് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു. റാഫീഞ്ഞ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ടു മീ. ഹി ബ്രിങ്സ് എ ലോട്ട് ഓഫ് എനർജി ആൻഡ് ഇൻറ്റൻസിറ്റി ടു അവർ സ്റ്റൈൽ ആൻഡ് ദാറ്റ്സ് വാട്ട് വി നീഡ്. അപ്പോൾ റാഫീഞ്ഞ സ്റ്റേയ്സ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഹൻസി ഫ്ലിക്ക് പറയുന്നു. റാഫീഞ്ഞ എങ്ങും പോവില്ല. റാഫീഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ടീമിന് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം ടീമിന് ഒരുപാട് എനർജിയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലിന് ഒരുപാട് ഇൻറ്റൻസിറ്റി കൊണ്ടുവരുന്നയാളാണ്. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. അദ്ദേഹം തുടരും എന്ന് തന്നെ പറയുന്നു. അതേസമയം ഇപ്പോൾ റൊണാൾഡോ അറൗഹോയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് അറൗഹോ ഒരു നല്ല പ്ലെയറാണ്, നല്ല വ്യക്തിത്വവുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് സ്പീഡും ഫിസിക്കാലിറ്റിയും ഒക്കെയുള്ള പ്ലെയറാണ്. ഞങ്ങൾക്ക് പക്ഷേ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ആവശ്യമുള്ള പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല എന്ന് തന്നെ ഫ്ലിക്ക് പറഞ്ഞു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അറൗഹോയെ ഈ സീസണിൽ നിലനിർത്തണം എന്ന് ഹൻസി ഫ്ലിക്കിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അറൗഹോയാണ് തനിക്ക് പോകണമെന്ന് പറഞ്ഞത്. അതാണ് എല്ലാവർക്കും നന്നാവുക എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് കൂടുതൽ പ്ലേയിങ് ടൈമൊക്കെ ലഭിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള കാര്യം. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഫെറാൻ ടോറസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഞാനിപ്പോൾ എൻ്റെ ടീമിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഐ വാസ് ഫോക്കസ്ഡ് ഓൺ ദീസ് 2 മാച്ചസ്. ഈ 2 കളികളിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം എല്ലാ പ്ലേയേഴ്സിനെയും ഞാൻ ബഹുമാനിക്കുന്നു. എനിക്കറിയില്ല എന്താണ് ഇപ്പോൾ ഫെറാൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത്. ഞാൻ ടീമിൽ ഇപ്പോൾ ഇവിടെയുള്ള ടീമിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഫെറാനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ എല്ലാ സൂചനകളും ഉണ്ട്. ഫെറാൻ ടോറസ് PSG-യുമായിട്ട് എല്ലാ കാര്യങ്ങളും അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. ഇനി ബാഴ്സയുമായിട്ടുള്ള ട്രാൻസ്ഫർ ഫീയുടെ നെഗോസിയേഷനിലേക്കാണ് PSG കടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.